നമസ്കാരം. കോൺഗ്രസ് അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അതുപോലെ UDFിലും കലാപം നടക്കുകയാണ് എന്നത് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ആ കലാപം എല്ലാം മറനീക്കി ഇപ്പോൾ പുറത്തേക്ക് എത്തി നിൽക്കുന്നു. സതീശനും സുധാകരനും തമ്മിൽ തുടങ്ങിയ തർക്കമാണ് ആദ്യം തുടങ്ങിയത്. അതിൽ ചുവടുവെച്ചാണ് നിലവിൽ സിമിയെ പുറത്താക്കിയിരിക്കുന്നത്. നിലവിൽ സുധാകരന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇപ്പോൾ ഒരു അവതാളത്തിലായി നിൽക്കുകയാണ്. KPCC കസേര അടക്കം കൂടോത്രം സുധാകരന് ഏറ്റിരിക്കുന്നു. സുധാകരന് തന്നെ ആ KPCC കസേര അധികം ദിവസം തന്നെ നിൽക്കില്ല. അതിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് പോകും സുധാകരൻ. AICCക്ക് മുൻ അംഗം അതായത് സിമി റോസ്ബെൽ ജോണിനെ കോൺഗ്രസ് പുറത്താക്കിയിരിക്കുകയാണ്. ഒരു സത്യാവസ്ഥ സിമി പറഞ്ഞതിന് എതിരാണ്. അതായത് സിമി ഒരു സത്യാവസ്ഥ കോൺഗ്രസിനെതിരെ പറഞ്ഞു. ആ ഒരു നടപടിയാണ് ഇപ്പോൾ സിമിക്കെതിരെ വന്നിരിക്കുന്നത്. പാർട്ടി നേതൃത്വത്തിനെതിരെ സിമി ഇപ്പോൾ ശക്തമായ തെളിവുകൾ സഹിതമാണ് എല്ലാ കാര്യങ്ങളും പുറത്ത് എത്തിച്ചിരിക്കുന്നത്. പാർട്ടിയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ തന്നെ ഒന്നടക്കം സമ്മതിക്കുകയാണ്. സ്ത്രീകൾ പാർട്ടിയിൽ ചൂഷണത്തിന് ഇരയാകുന്നുവെന്നും സിമി ആരോപിക്കുന്നുണ്ട്. കോൺഗ്രസിലെ വനിതാ നേതാക്കളടക്കം പാർട്ടിക്കാർ അധിക്ഷേപിക്കുന്നു. മുൻ PSC അംഗം കൂടിയായിരുന്ന സിമി റോസ്ബെൽ ജോണിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP പുറത്താക്കിയതായി KPCC ജനറൽ സെക്രട്ടറി M ലിജു അറിയിച്ചിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളുടെ പിന്തുണ ഉണ്ടായിട്ടും പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക് വരാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അനുവദിക്കുന്നില്ല എന്ന് സിമി കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിൽ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയ ശത്രുക്കളുടെ ഒത്താശയോടെ കോൺഗ്രസിലെ ലക്ഷക്കണക്കിന് വനിതാ നേതാക്കളെയും പ്രവർത്തകരെയും മാനസികമായി തകർക്കുകയും അവർക്ക് മാനഹാനി ഉണ്ടാക്കുകയും കോൺഗ്രസിലെ നേതാക്കൾ ചെയ്തു. ഒരു ഗൂഢമായ ലക്ഷ്യത്തോടെയാണ് സിമി റോസ്ബെൽ ജോണിനെ ആക്ഷേപിച്ചതെന്നും KPCC തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് കോൺഗ്രസിൽ സ്ത്രീകൾക്ക് നേരെ സംഘടിതമായ ഒരു ആക്രമണം നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് സിമി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. റോസ്ബെൽ ജോൺ പറഞ്ഞതുപോലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് BJPയുടെ വനിതാ നേതാവ് പത്മജ വേണുഗോപാൽ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഇത് സിമിയുടെ മാത്രം ഒരു അഭിപ്രായമല്ല, നല്ലൊരു ഭാഗം വനിതാ പ്രവർത്തകരുടെ അഭിപ്രായമാണെന്നാണ് പത്മജ പറഞ്ഞിരിക്കുന്നത്. സിമിയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെയായിരുന്നു പത്മജയുടെ തുറന്നൊരു പ്രതികരണം തന്നെ ഉണ്ടായിരിക്കുന്നത്. പാർട്ടിയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നത് നല്ലൊരു ശതമാനം വനിതാ നേതാക്കളും എല്ലാ വർഷവും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. വരും ദിവസങ്ങളിൽ എല്ലാവരും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക തന്നെ ചെയ്യും. ഒരു സ്ത്രീയെ സംസ്കാര ശൂന്യമായി അധിക്ഷേപിച്ചാൽ അതിനെ നിയമപരമായി എങ്ങനെ നേരിടണമെന്ന് വ്യക്തമായി ബോധ്യമുള്ള ആളാണ് സിമി എന്ന് ഓർത്താൽ നന്ന് എന്നൊരു വാണിംഗ് തന്നെ പത്മജ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകുന്നുണ്ട്. ഇനി പത്മജയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കാം. അതിൽ പത്മജ പറയുന്നത് ഇങ്ങനെയാണ്: കോൺഗ്രസിലെ പവർ ഗ്രൂപ്പിലെ പ്രിയങ്കരികൾക്ക് മാത്രം സ്ഥാനങ്ങൾ പെട്ടെന്ന് ലഭിക്കുന്നതിനെതിരെ പ്രതികരിച്ച സിമി റോസ്ബെൽ ജോണിനെ അഭിനന്ദനങ്ങളാണ് ആദ്യം തന്നെ പത്മജ പറയുന്നത്. കോൺഗ്രസ് സൈബർ അണികളുടെ തനിക്ക് നേരെയുള്ള തെറിവിളികൾക്കെതിരെ സിമി റോസ്ബെൽ ജോൺ DIGക്ക് പരാതി നൽകിയിരുന്നു. കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്, അത് ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ പവർ ഗ്രൂപ്പിന് താല്പര്യമുള്ള അനർഹരായ സ്ത്രീകൾക്ക് ഉന്നത സ്ഥാനങ്ങൾ പെട്ടെന്ന് ലഭിക്കുന്നു എന്ന പരാതിയാണ് സിമി ഉന്നയിച്ചിരിക്കുന്നത്. അർഹതയില്ലാത്ത യുവ വനിതയ്ക്ക് അപ്രതീക്ഷിതമായ രാജ്യസഭാ സീറ്റ് പെട്ടെന്ന് ലഭിച്ചെന്നും മറ്റൊരു വനിതയ്ക്ക് KPCC ജനറൽ സെക്രട്ടറി പദം ലഭിച്ചതും പവർ ഗ്രൂപ്പിന്റെ താല്പര്യക്കാർ ആയതിനാലാണെന്ന് സിമി ആരോപിക്കുന്നുണ്ട്. അതായത് കോൺഗ്രസിൽ മൊത്തമായി തന്നെ VD സതീശൻ, സുധാകരൻ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ തന്നെയാണ് ചേരി തിരിഞ്ഞ് അടിയുണ്ടാകുന്നത്. ഈ അടിയുടെ ഒരു കലഹം തന്നെയാണ് KPCCയുടെ അകത്തു നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നതും അവിടുത്തെ ഓരോ നേതാക്കൾ തന്നെ, മിണ്ടാതിരുന്ന നേതാക്കൾ തന്നെ ഇപ്പോൾ തലപൊക്കി കോൺഗ്രസിൽ വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പ് നടക്കുന്നുണ്ട് എന്നത് വ്യക്തം. അതുകൊണ്ട് തന്നെ ഇനി രാഹുൽ ഗാന്ധി ഇടപെട്ട് ഒരു സിനിമയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുപോലെ കോൺഗ്രസിൽ ഒരു പഠനം നടത്തിയില്ലെങ്കിൽ അധിക നാളിനി കോൺഗ്രസ് ഭാരതത്തിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും.